ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ടത്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം. അപ്പോൾ എന്താണ് ശ്രുതി തരംഗം എന്ന ആ പദ്ധതി? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ഏത്? ശ്രുതി തരംഗം പദ്ധതി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കോർപ്പറേഷനാണ് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. അപ്പോൾ നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. എന്താണ് ശ്രുതി തരംഗം? കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ഏത്? ശ്രുതി തരംഗം. ഈ ശ്രുതി തരംഗം പദ്ധതി പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തുന്നത്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്നത്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇപ്പോഴത്തെ? നിതിൻ മധുകർ ജംദാർ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ്? ജഗതി ശ്രീകുമാർ ആണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ജഗതി ശ്രീകുമാറിനാണ്. ഫിഡെയുടെ വുമൻസ് കാൻഡിഡേറ്റ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ദിവി ബിജേഷ്. അപ്പോൾ ദിവി ബിജേഷ് ആണ് ഫിഡെയുടെ വുമൻസ് കാൻഡിഡേറ്റ്സ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി. കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? ജഗതി ശ്രീകുമാർ. ഫിഡെയുടെ വുമൻസ് കാൻഡിഡേറ്റ്സ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ്? ദിവി ബിജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പിയാണ് ചന്ദ്രകാന്ത് സോംപുരയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2024 നേടിയ പെൻഡ്യാല ലക്ഷ്മിപ്രിയ ഏത് നൃത്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കുച്ചിപ്പുടിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2024 ലഭിച്ച പെൻഡ്യാല ലക്ഷ്മിപ്രിയ ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുച്ചിപ്പുടി. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ചന്ദ്രകാന്ത് സോംപുര. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ആരാണ്? ഡി ഗുകേഷ് ആണ്. അപ്പോൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാണ് നടന്നത്? സിംഗപ്പൂരിൽ വെച്ചായിരുന്നു. ആരാണ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത്? ഡി ഗുകേഷ്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ആര് ലോക ചെസ് ചാമ്പ്യൻ ആയത്? ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനാണ് ആയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ആര് പരാജയപ്പെടുത്തിയത്? ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രമാണ്
പോൺ ഓഫ് മരോട്ടിച്ചാൽ. അപ്പോൾ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രം ഏതാണ്? പോൺ ഓഫ് മരോട്ടിച്ചാൽ. ആഗോള ബിഷപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 സ്ഥാനമാണ്. ആഗോള ബിഷപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105. ജലദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. അപ്പോൾ ജലദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ്? ഇക്വഡോർ. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവനുമായിട്ട് ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള 2025 വേദി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ 2025 വേദി എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അപ്പോൾ 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മുടെ അവകാശം ഭാവി ഇപ്പോൾ തന്നെ. നമ്മുടെ അവകാശം ഭാവി ഇപ്പോൾ തന്നെ എന്നുള്ളത് എന്തിന്റെ പ്രമേയമാണ്? 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയമാണ്. മലയാള വിഭാഗത്തിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ ജയകുമാറിനാണ്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ്. അപ്പോൾ മലയാളം വിഭാഗത്തിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ ജയകുമാർ. ഏത് കവിതാ സമാഹാരമാണ്? പിങ്കളകേശിനി എന്ന കെ ജയകുമാറിന്റെ കവിതാ സമാഹാരമാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് നേടിക്കൊടുത്തത്? കെ ജയകുമാറിന് നേടിക്കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. UN പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാണ് മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ UN പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരനാരാണ്? മാധവ് ഗാഡ്ഗിൽ. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സമീറ ഹുള്ളൂർ. കർണാടകയിലെ സമീറ ഹുള്ളൂറാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത തബല വാദകനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. അപ്പോൾ ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം ഒരു തബല വാദകനാണ്. തബലയുമായിട്ടാണ് ആര് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉസ്താദ് സക്കീർ ഹുസൈൻ. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കുടുംബശ്രീ CDS യൂണിറ്റ് വെങ്ങപ്പള്ളി, വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കുടുംബശ്രീ CDS യൂണിറ്റ് ഏതാണ്? വെങ്ങപ്പള്ളി, വയനാട്. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പോൾ എന്താണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതി? ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ഇത് ഇനി ഞാൻ ഒഴുകട്ടെ. ഈ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഹരിത കേരളം മിഷനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിനായിട്ട് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കഥക് നർത്തകിയാണ് ശരണ്യ ജസ്ലിനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കഥക് നർത്തകി. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അപ്പോൾ കേരളത്തിലാണ് പൂർണ്ണമായിട്ടും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിന്റെ പേരാണ് ജീവനേകാം ജീവനാകാം.
സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിന്റെ പേരാണ് ജീവനേകാം ജീവനാകാം. എന്താണ് ജീവനേകാം ജീവനാകാം എന്ന ക്യാമ്പയിൻ? സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ഇത് ജീവനേകാം ജീവനാകാം. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും നമുക്ക് ഒന്ന് നോക്കിയിട്ട് പോകാം, ബാക്കി പഠിക്കാം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ശ്രുതി തരംഗം. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംധാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ്? ജഗതി ശ്രീകുമാർ. ഫിഡെയുടെ വ്യൂമൺസ് കാൻഡിഡേറ്റ്സ് മാസ്റ്ററാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ആരാണ്? ദിവി ബിജേഷ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മുഖ്യശില്പി ചന്ദ്രകാന്ത് സോംപുര. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം 2024 ലഭിച്ച പെൻഡ്യാല ലക്ഷ്മിപ്രിയ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുച്ചിപ്പുടി. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവായത് ഡി ഗുഗേഷ് ആണ്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്ററായ ഡിംഗ്ലിറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയത്. ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന തൃശൂരിലെ മരോട്ടിച്ചാലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഹിന്ദി ചിത്രം ഏതാണ്? പോൺ ഓഫ് മരോട്ടിച്ചാൽ. ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105. ജലദൗർലഭ്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോർ. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഒരു കുടക്കീഴിൽ എന്ന ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയുടെ വേദി എവിടെയാണ്? 2025 ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. നമ്മുടെ അവകാശം ഭാവി ഇപ്പോൾ തന്നെ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. മലയാളം വിഭാഗത്തിൽ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കെ ജയകുമാറിനാണ്. ഏത് കവിതാ സമാഹാരത്തിനാണ് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ കെ ജയകുമാറിന് അർഹനാക്കിയത്? കൃതി പിങ്കളകേശിനി. UN പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ മാധവ് ഗാഡ്ഗിൽ. കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? സമീറ ഹുള്ളൂർ, കർണാടക. 2024 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത തബലാവാദകൻ ഉസ്താദ് സക്കീർ ഹുസൈൻ. അപ്പോൾ ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തബല. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ച ആദ്യത്തെ കുടുംബശ്രീ CDS യൂണിറ്റ് ഏതാണ്? വെങ്ങപ്പള്ളി, വയനാട്. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിന്റെ പേരെന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഈ ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഹരിത കേരള മിഷൻ. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കഥക് നർത്തകി ആരാണ്? ശരണ്യ ജസ്ലിൻ. പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിന്റെ പേരെന്താണ്? ജീവനേകാം ജീവനാകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. അപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം. ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് പ്രകൃതി പരിരക്ഷൺ ആപ്പ്. അപ്പോൾ എന്താണ് പ്രകൃതി പരിരക്ഷൺ ആപ്പ്? ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കുവാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഇത് പ്രകൃതി പരിരക്ഷൺ ആപ്പ്. ലോക ധ്യാന ദിനം എന്നാണ്. ഡിസംബർ 21 ലോക ധ്യാന ദിനം. ധ്യാന ദിനത്തിന്
2024 മുതലാണ് ലോക ധ്യാന ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ 2024 മുതലാണ് ലോക ധ്യാന ദിനം ആഘോഷിച്ച് തുടങ്ങുന്നത്. അപ്പോൾ 2024 പ്രഥമ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയമാണ് ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം. എന്താണ്? ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം എന്നാണ് 2024 പ്രഥമ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം. എന്താണ്? ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം. ലോക ധ്യാന ദിനം എന്നാണ് ഡിസംബർ 21. 2024 മുതലാണ് ലോക ധ്യാന ദിനം ആഘോഷിച്ചു തുടങ്ങുന്നത്. 2025 നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ 2025 നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഫ്രാൻസ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് പടവുകൾ. അപ്പോൾ എന്താണ് പടവുകൾ എന്ന പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണേത്? പടവുകൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. 2024 ദേശീയ ഊർജ സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു, ഓരോ വാട്ടും വിലപ്പെട്ടതാണ്. അപ്പോൾ ഓരോ വാട്ടും വിലപ്പെട്ടതാണ്, സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ 2024 ദേശീയ ഊർജ സംരക്ഷണത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു, ഓരോ വാട്ടും വിലപ്പെട്ടതാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14. സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി പ്രണോയ് റോയ്. അപ്പോൾ പ്രണോയ് റോയ് ആണ് സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി. ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യസാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കിനാവ്. അപ്പോൾ എന്താണ് കിനാവ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം? ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യസാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? കിനാവ്. കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭം ഏതാണ്? ഉഷസ്. അപ്പോൾ എന്താണ് ഉഷസ്? കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭമാണ് ഉഷസ്. അടുത്തിടെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഖർച്ചോല കരകൗശല വസ്തു ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഗുജറാത്തിൻ്റെതാണ്. അപ്പോൾ അടുത്തിടെ GI ടാഗ് ലഭിച്ച ഖർച്ചോല കരകൗശല വസ്തു ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഗുജറാത്ത്. 2024 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് 2024 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ഹരിയാന. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഹരിയാനയാണ്. കേരളത്തിൽ എത്രാം സ്ഥാനമാണ്? 6ാമതാണ് കേരളം. വേദി എവിടെയായിരുന്നു? ഭുവനേശ്വറിലായിരുന്നു വേദി. അപ്പോൾ 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഭുവനേശ്വറിലായിരുന്നു. കിരീടം ലഭിച്ചത് ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. കേരളത്തിൽ എത്രാം സ്ഥാനമായിരുന്നു? 6ാം സ്ഥാനമായിരുന്നു. 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് VM ഗിരിജയ്ക്കാണ്. 2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VM ഗിരിജ. 2024 ആശാൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് VM ഗിരിജ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തിയ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് കരുതലും കൈത്താങ്ങും. അപ്പോൾ എന്താണ് കരുതലും കൈത്താങ്ങും എന്നത്? മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തിയ താലൂക്ക് തല പരാതി പരിഹാര അദാലത്താണിത് കരുതലും കൈത്താങ്ങും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, സിക്കിം
എന്നീ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ പേരാണ് അഷ്ടലക്ഷ്മി മഹോത്സവം. അപ്പോൾ അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? അഷ്ടലക്ഷ്മി മഹോത്സവം. ദൈവശതകം ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിത സിസ്റ്റർ ആശ ജോർജ്. അപ്പോൾ ദൈവദശകം ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിത ആരാണ്? സിസ്റ്റർ ആശ ജോർജ്. 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആതിഥേയരായ രാജ്യം ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 2024 ഏഷ്യൻ വനിതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. അപ്പോൾ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. മാധവ് നാഷണൽ പാർക്കിനെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അപ്പോൾ മാധവ് നാഷണൽ പാർക്ക് കടുവ സംരക്ഷണ കേന്ദ്രമാണ്. മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സോനായി രൂപായി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്ത്? അസമിലാണ്. അപ്പോൾ അസമിലെ ഒരു വന്യജീവി സങ്കേതമാണ് സോനായി രൂപായി വന്യജീവി സങ്കേതം. സോനായി രൂപായി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അസം. അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനം ഡിസംബർ 20. അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനം എന്നാണ്? ഡിസംബർ 20. സുബാരു ടെലിസ്കോപ്പ് ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്? ജപ്പാനിലാണ്. അപ്പോൾ സുബാരു ടെലിസ്കോപ്പ് ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്നു? ജപ്പാനിൽ. KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 34ാമത് വ്യാസസമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സൂര്യബാലയ്ക്കാണ്. അപ്പോൾ KK ബിർള ഫൗണ്ടേഷനാണ് വ്യാസസമ്മാൻ നൽകുന്നത്. 34ാമത് വ്യാസസമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സൂര്യബാലയ്ക്കാണ്. 2024 നവംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127. 2024 നവംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് തോമസ് മാത്യു ആണ്. അപ്പോൾ രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? തോമസ് മാത്യു. കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കുവാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം. അപ്പോൾ എന്താണ് ഉദയം എന്ന പദ്ധതി? കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കുവാനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഉദയം. ഉദയം എന്ന പദ്ധതി കോഴിക്കോട് കോർപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. കിടപ്പാടമില്ലാതെ അലയുന്നവരെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് ഏത്? ഉദയം എന്ന പദ്ധതി. അപ്പോൾ രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? തോമസ് മാത്യു. രത്തൻ ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രം എഴുതിയത് ആരാണ്? തോമസ് മാത്യു. 2024 നവംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 127. KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 34ാമത് വ്യാസസമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? സൂര്യബാലയ്ക്ക്. സോനായി രൂപായി വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? അസം. അന്താരാഷ്ട്ര മനുഷ്യ ഐക്യദാർഢ്യ ദിനം എന്നാണ്? ഡിസംബർ 20. സുബാരു ടെലിസ്കോപ്പ് ഏത് രാജ്യത്താണ് പ്രവർത്തിക്കുന്നത്? ജപ്പാൻ. ദൈവദശകം ഇറ്റലി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത മലയാളി വനിത ആരാണ്? സിസ്റ്റർ ആശ ജോർജ്. മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്. മാധവ് നാഷണൽ പാർക്ക് ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 14 ജില്ലകളിലും നടത്തുന്ന താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഏതു പേരിൽ അറിയപ്പെടുന്നു? കരുതലും കൈത്താങ്ങും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ള ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാന. അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ത്രിപുര, സിക്കിം എന്നീ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? അഷ്ടലക്ഷ്മി മഹോത്സവം. 2024 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂൺ. 2024 ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഹരിയാനയാണ്. കേരളത്തിന് എത്രാം സ്ഥാനമായിരുന്നു? 6ാം സ്ഥാനമാണ്. എവിടെയായിരുന്നു വേദി? ഭുവനേശ്വർ.
2024 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? VM ഗിരിജയ്ക്ക്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യസാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കിനാവ്. കുട്ടികൾക്ക് എയ്ഡ്സ് പരിശോധനയും ചികിത്സയും നടത്തുന്ന സംരംഭം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉഷസ്. അടുത്തിടെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഖർച്ചോല കരകൗശല വസ്തു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിൻ്റെതാണ് ഖർച്ചോല കരകൗശല വസ്തു. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഡിസംബർ 14. 2024 ദേശീയ ഊർജ സംരക്ഷണ ദിനത്തിന്റെ പ്രമേയം എന്താണ്? സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുന്നു, ഓരോ വാട്ടും വിലപ്പെട്ടതാണ്. സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കിയ മലയാളി പ്രണോയ് റോയ്. 2025 നടക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? പടവുകൾ. ലോക ധ്യാന ദിനം എന്ന്? ഡിസംബർ 21. എന്നു മുതലാണ് ലോക ധ്യാന ദിനം ആഘോഷിച്ചു തുടങ്ങിയത്? 2024 മുതലാണ്. എന്തായിരുന്നു 2024 പ്രഥമ ധ്യാന ദിനത്തിന്റെ പ്രമേയം? ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ധ്യാനം. തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം. ശരീരത്തെ അറിഞ്ഞ് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ചികിത്സ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആയതാണ്? പ്രകൃതി പരിരക്ഷൺ ആപ്പ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.